ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ലാസ്റ്റ് റൈഡിന് ശേഷം നമ്മൾ ഇന്നൊരു കിടിലൻ റൈഡ് പോവാണ്. കിടിലൻ റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് വാൽപ്പാറ എന്നുള്ള സ്ഥലം. അപ്പോൾ ലാസ്റ്റ് 1.5 വർഷമായിട്ട് വാൽപ്പാറയ്ക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഇ പാസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു ഐഡിയ ഇല്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ ഇ പാസ് വേണോ അതോ ഇ പാസ് ഇൻസ്റ്റൻറ്റ് ഇ പാസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ വേണമെന്ന് അറിയുകയാണെങ്കിൽ തന്നെ അവിടെ തന്നെ വെച്ച് എടുക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് പോണേ. വാൽപ്പാറ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് വാൽപ്പാറ. കിടിലം ബൈക്ക് റൈഡ് എന്ന് പറഞ്ഞാൽ കിടിലം ബൈക്ക് റൈഡാണ്. ഞാൻ ഇതിനു മുമ്പ് കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷേ കോവിഡ് ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും വാൽപ്പാറയിൽ പോകണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് കാലത്തുനിന്ന് ഇറങ്ങി ഒരു 5:30 ടൈമിൽ ഇറങ്ങി ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു പൊള്ളാച്ചി 30 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ അലിയാർ ഡാമിൽ നിന്ന് നേരെ നമ്മുടെ കിടിലൻ റോഡ് വഴി ഇങ്ങോട്ടേക്ക് വാൽപ്പാറയ്ക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പിറ്റ് സ്റ്റോപ്പിൽ കാണാം. ലെറ്റ്സ് ഗോ. പോലാമോ? ഇപ്പോൾ നമ്മൾ പൊള്ളാച്ചി എത്തി. പൊള്ളാച്ചിയിൽ ഇപ്പോൾ നേരെ അലിയാർ ഡാമിൻ്റെ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഇ പാസ് ഉണ്ടാവും അറിയില്ല. നമുക്ക് അവിടെ പോയി നോക്കാം. பேக் பர்ஸ்ல இருக்கு. பாஸ் வேண்டாம். பாஸ் கேட்கலையா? ஓகே, அப்போ டிக்கெட் போட்டுக்கலாம். என்னோட கொடுத்துருவேன், பேக்கில் இருக்கு. ஓகே, என்னோட கோயம்புத்தூர் ரெஜிஸ்ட்ரேஷன். என்னோட வேறு கேரளா ரெஜிஸ்ட்ரேஷன் கண்டிப்பாக கேட்பாங்க. ஆஹா, அப்படி சொன்னீங்கன்னா கண்டிப்பாக விட மாட்டோம். അപ്പോൾ സോളോ ആയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ അവിടുത്തെ ഇപ്പോൾ 2-3 പൊള്ളാച്ചി ഫ്രണ്ട്സിനെ കിട്ടി. അപ്പോൾ ഫ്രണ്ട് എടുക്കാമെന്ന് പറഞ്ഞു. കാരണം ഞാൻ ഈ ഫുൾ കേരള രജിസ്ട്രേഷൻ സംഭവങ്ങളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇ പാസും പൈസയൊക്കെ ചോദിക്കും. പക്ഷേ അവിടെ ഇ പാസ് ചോദിക്കുന്നില്ല. മെയിനായിട്ട് മറ്റേ ഇത് മാത്രമേ ഉള്ളൂ. 30 രൂപ എൻട്രി ടിക്കറ്റ്. അലിയാർ ഡാമിൻ്റെ ചെക്ക് പോസ്റ്റാണിതിപ്പോൾ. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വരാണെങ്കിൽ ജസ്റ്റ് ഇവിടെ 30 റുപ്പീസ് കൊടുത്തിട്ട് ഈസി ആയിട്ട് കയറി പോകും. ഇഷ്ടംപോലെ പേര് കയറിപ്പോയി ഇപ്പോൾ തന്നെ. ഇന്നിപ്പോൾ സൺഡേ ആണ്. സൺഡേ ആയിട്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീക്ക് ഡേയ്സ് വന്നു കഴിഞ്ഞാൽ ഒട്ടും പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. അപ്പോൾ ഈ പാസിൻ്റെ കാര്യത്തിൽ പേടിക്കാതെ ധൈര്യമായിട്ട് നിൽക്കുന്നു. വാൽപ്പാറയിൽ വരാം. ഇതാണ് അലിയാർ ഡാം. വാൽപ്പാറയിൽ പോണേക്കാൾ മുമ്പ് ഉള്ളൊരു കിടിലൻ സ്പോട്ടാണ്. കിടിലൻ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഡാമാണ്. പക്ഷേ കാലത്ത് ഏർലി മോർണിംഗ് കിടിലം വ്യൂ ആണ്. ഇവിടെ ആൾക്കാർ ഫിഷ് ചെയ്യാൻ വരും. അറ്റത്ത് ഇങ്ങനെ തനിയെ ചെറിയ വട്ടമുള്ള ബോട്ടിൽ ഫിഷ് ചെയ്യാൻ വരും. നമ്മൾ കുറച്ച് ലേറ്റായി. അപ്പോൾ ഇ പാസിൻ്റെ പ്രശ്നമൊന്നുമില്ല. അവിടെ കുറച്ച് കത്തിയാണ്. ആദ്യം ഒരു 30 രൂപയ്ക്ക് മേടിച്ചിട്ടിരുന്നുള്ളൂ. ഒരു 10 രൂപ മേടിക്കുന്നുണ്ട്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. അത്രയും മേടിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പോകാൻ പറ്റുന്നുണ്ടല്ലോ വാൽപ്പാറയ്ക്ക്. അതന്നെ വലിയൊരു വിഷയം. ഞാൻ വിചാരിച്ചു ഇനി ഇ പാസ്സൊക്കെ വേണ്ടി വരും. അതിന് ശേഷം ഇവിടെ കുറേ നേരം പിടിച്ചു നിർത്തും, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് നേരെ ഇനി വാൽപ്പാറയ്ക്ക് വിടാം. ഓയ്യോ, കിടിലം വ്യൂ.
ഒരു രക്ഷയില്ലാത്ത വ്യൂ. മുമ്പ് നമ്മുടെ വണ്ടി ഇവിടെ തനിയെ നിൽക്കുന്നു. ഇത് ജസ്റ്റ് അലിയാർ ഡാം കഴിഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു അതിൻ്റെ ഒരു സെക്ഷനാണ്. നമ്മൾ കൊടൈക്കനാൽ വാൽപ്പാറയ്ക്ക് കയറാൻ പോകണേ ഉള്ളൂ. പക്ഷെ ആ ഒരു വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഒരു രക്ഷയില്ല. അപ്പോൾ മൊത്തം 40 ഹെയർ പിൻസ് ഉണ്ട്. അതിലൊരു 12 കഴിഞ്ഞിട്ടുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും വന്നതും കാണാൻ പറ്റും കംപ്ലീറ്റ് ആയിട്ട്. ഞാനിവിടെ ഒരു അടിപൊളി ഡ്രോൺ ഷോട്ട് എടുത്തിട്ടുണ്ട്. ഞാനത് ആ വീഡിയോയിൽ ആഡ് ചെയ്യാം. അലിയാർ ഡാമാണ് അറ്റത്ത് കാണുന്ന വൈറ്റ് ലൈൻസ്. സൺറൈസ് ജസ്റ്റ് വന്ന് ഒരു സൈഡിൽ മാത്രം, അവിടെ മാത്രം വെളിച്ചം വന്നിട്ടുള്ളൂ. ഈ സൈഡിലേക്ക് വെളിച്ചം വന്നിട്ടില്ല. അടിപൊളി. ആൾക്കാർ വളരെ കുറവാണ്. KL രജിസ്ട്രേഷൻ വണ്ടിയും കണ്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ കംപ്ലീറ്റ് KL രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. ഈ തവണ KL രജിസ്ട്രേഷൻ വണ്ടിയെ കണ്ടില്ല. എൻ്റെ വണ്ടിയാണെന്ന് ആകും. പിന്നെ ഒരാളെ കണ്ടിരുന്നു. നമ്മൾ താഴത്ത് വന്നപ്പോൾ പാലക്കാട് നിന്ന് വന്നത് ആൾ ആ സൈഡിൽ കൂടെ വന്നു. അതിരപ്പള്ളി സൈഡിൽ നിന്ന് ആരും വന്നവും കണ്ടില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ഈ സ്പോട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ കുളിക്കുന്ന എവിടെ ചെന്നാലും കുറച്ച് അടിപൊളി ഓഫ് റോഡ് ട്രെയിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഒരുത്തന്നെ ഒരു അടിപൊളി സ്പോട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് വെള്ളമല എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മൾ പറഞ്ഞത്. അവിടെയുള്ള മരങ്ങളൊക്കെ വെള്ള കളറാണ്. പക്ഷെ പോണ വഴി നമുക്ക് നല്ല ഒരു ഓഫ് റോഡ് ട്രെയിൽ കിട്ടും. അത്യാവശ്യം നന്നായിട്ട് ഓഫ് റോഡൊക്കെ അടിച്ച് പോകാമെന്ന് പറഞ്ഞത്. അവിടേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ. വെള്ളമല പോണ വഴി തെറ്റി നമ്മൾ വേറൊരു അടിപൊളി സ്പോട്ടിലെത്തിയിട്ടുണ്ട്. കാണാൻ നല്ല അടിപൊളിയാണ്. കുറച്ച് അങ്ങോട്ടേക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിന് മുകളിലേക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പുണ്ട്. ഈ ഒരു പോർഷനിൽ ഭയങ്കര നല്ല തണുപ്പുണ്ട്. മൊത്തം ഈ ഒരു ടീ ഗാർഡൻ പോലെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഇവർക്ക് കുറച്ചും കൂടി ഉണ്ടാകും. നമുക്ക് നേരെ വെള്ളമലയിലേക്ക് പോവാം.
നമ്മൾ അവൻ പറഞ്ഞ സ്പോട്ടിൽ എത്തി. ഒരു മലയുടെ മോൾഭാഗമാണ്, അതിന് ചുറ്റും അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഓരോ മലകളാണ്. പക്ഷേ എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരങ്ങൾ നിൽക്കുന്ന മരങ്ങളൊക്കെ ഒരു വൈറ്റ് ഷെയ്ഡാണ്. വരുന്ന വഴിക്കും ഏകദേശം അതുപോലെ തന്നെയായിരുന്നു. ചെറിയ ഓഫ് റോഡ് ട്രെയിൽ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ചെയ്യുന്ന അത്ര അടിപൊളി വലിയ ഓഫ് റോഡ് ട്രെയിലൊന്നും ഉണ്ടായിരുന്നില്ല, ചെറുതായിരുന്നു. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വേറെ ആരുമില്ല, കുറച്ച് തോട്ടത്തിൻ്റെ തൊഴിലാളികൾ മാത്രം അവിടെയൊക്കെ നിൽക്കുന്നത്. എനിക്കൊന്നത് പെർമിഷനുള്ള സ്ഥലമാണെന്ന് അറിയില്ല, അവനായതുകൊണ്ട് കൊണ്ടുവന്നതാണ്. ഇത് വേറെ ആരും അങ്ങനെ വരാത്ത ഒരു സ്ഥലമാണ്, ടൂറിസ്റ്റൊന്നും അധികം വരാത്ത സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ ഭംഗി അറിയണമെങ്കിൽ നമുക്ക് ഡ്രോൺ എടുത്തിട്ട് ഒരു ഭാഗത്തേക്ക് പറത്തി നോക്കാം. സ്ഥലം എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഡ്രോണൊന്നും പറത്താൻ പറ്റാത്ത രീതിയിലുള്ള നല്ല കാറ്റായിരുന്നു, ജസ്റ്റ് മിസ്സാണ്. അവസാന നിമിഷത്തിൽ കയറി ചാടി പിടിച്ച് ഡ്രോൺ താഴെ എത്തിച്ചാണ്. കാരണം കാറ്റ് പിടിച്ചിട്ട് ഒരു സൈഡിലേക്ക് ഡ്രോൺ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര കാറ്റാണ്, അതുപോലെ തന്നെ നല്ല തണുപ്പാണ്. പക്ഷേ ഫോഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് മിസ്സായി. ഈ ഒരു സ്പോട്ട് എക്സാക്റ്റ് ആയിട്ട് എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഏകദേശം ഒരു ലൊക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. അത് കൂടാതെ നമ്മൾ വേറൊരു ലൊക്കേഷൻ കൂടി പോകുന്നുണ്ട്. അത് ഇതേപോലെ ടൂറിസ്റ്റ് ലൊക്കേഷൻ അല്ല, ഇതിവിടെ അവൻ്റെ പരിചയത്തിൽ നമ്മൾ പോകുന്നതാണ് വാൽപ്പാറയിൽ. ഫൈനലി നമ്മൾ ഈ വാട്ടർഫോളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ആരും അങ്ങനെ അധികം തടുത്തു വിടാറൊന്നുമില്ല, പക്ഷേ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അപ്പോൾ 41 ഹെയർ പിൻ കഴിഞ്ഞ് നമ്മളിപ്പോൾ വാൽപ്പാറ കഴിഞ്ഞ് പൊള്ളാച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രസം ഉണ്ടായിരുന്നില്ല, വഴിയൊക്കെ നല്ല നമ്മുടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ. ഈവൻ ഹിൽസിൻ്റെ റോഡാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രസമാണ്. അതായത് ഹിൽസിൽ ഓടിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിലും കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ഒരു രക്ഷയില്ല. സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ ശരിക്കും ഗൂസ് ബംസ് ഒരു 10-15 ഹെയർ പിൻ കഴിഞ്ഞാൽ അതേപോലെ റോഡാണ്. അപ്പോൾ ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് നാട്ടിൽ നിന്നും ആൾക്കാർ കുറവാണ്, കുറച്ച് തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതലും ആൾക്കാരുള്ളൂ. പക്ഷേ ഒരു രക്ഷയില്ല. നേരത്തെ വരുന്നത് നല്ലതായിരിക്കും. ഈ പാസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അവിടെ പോകാനാണെങ്കിലും ഒരു പ്രശ്നങ്ങളും ഇല്ല, നമുക്ക് എല്ലാ സ്പോട്ടും വിസിറ്റ് ചെയ്യാം. ഇപ്പോൾ ഡിസംബർ ജനുവരി ഒക്കെ ബെസ്റ്റ് ടൈമാണ്. സോ ഇതിപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ആരും പോകാത്ത സ്ഥലങ്ങളാണ് കൂടുതലും ഈ ചാനലിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നത്. എനിക്ക് കാരണം കൂട്ടമുള്ളൊരു സ്ഥലത്തേക്ക് പോകാൻ എനിക്ക് അത്ര താല്പര്യമില്ല. ആരും പോകാത്ത സ്ഥലങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സും നല്ല അടിപൊളി സ്ഥലങ്ങളാണ്, അങ്ങനത്തെ സ്ഥലങ്ങളാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ കുറേ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പഴയ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കാരണം യൂട്യൂബിൽ വലിയ കാര്യം ചെയ്യാറില്ല, പക്ഷേ നല്ല റെസ്പോൺസ് നിങ്ങളുടെ കയ്യിലുള്ളതുകൊണ്ട് പഴയ വീഡിയോസും കുറച്ച് ഫ്രീ ടൈം കിട്ടുമ്പോൾ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്.
കൂടുതൽ നല്ല അടിപൊളി ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്യുക. അതായത് എന്തെങ്കിലും കുറ്റങ്ങളും കുറേ പേരൊക്കെ പറഞ്ഞ് വൈഡ് ആംഗിൾ അധികം എടുക്കേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ മാക്സിമം വൈഡ് ആംഗിൾ ചെയ്യാതെ നോക്കാം. സോ വേറെ എന്തെങ്കിലും ഇംപ്രൂവൈസേഷനൊക്കെ ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി നല്ലതാക്കാൻ ശ്രമിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ, സീ യു.